ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു പാലപ്പം റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. പക്ഷേ ഇതൊരു വെറും പാലപ്പമല്ല, ചുവന്ന പാലപ്പം. എനിക്കിങ്ങനൊരു ഐഡിയ തോന്നി. ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്, പിന്നെ വളരെ ടേസ്റ്റിയാണ്. വെജോ നോൺ വെജോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അധികം വൈകാതെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കുക. കുതിർത്തിയതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് തരിയൊട്ടും ഇല്ലാതെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരി അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസായിട്ട് അരക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പായി വരില്ല, ആകെ കുളമായിപ്പോവും. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കപ്പി കാച്ചിയെടുക്കണം, അല്ലെങ്കിൽ കുറുക്കിയെടുക്കാമെന്ന് പറയും. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ റവ എടുക്കുക, 3 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ച് വെച്ച മാവ്, ഇതും കൂടി ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു മിശ്രിതം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. എന്നിട്ട് ഇതിൽ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ്. നമ്മൾ എടുക്കുമ്പോൾ നല്ല കളറുള്ള ഒരു ബീട്രൂട്ട് നോക്കിയെടുക്കാം. കാരണം ഇതാണ് നമ്മുടെ കളറിങ് ഏജൻറ്റ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടിതൊരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക, നീര് മാത്രം എടുത്ത് വയ്ക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അതിലുള്ള ബാക്കി ജ്യൂസും കൂടി ഒന്ന് മൊത്തത്തിലെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസിലേക്ക് നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള റവയും അരിമാവും ചേർന്ന മിശ്രിതം ചേർത്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ചേർക്കണം, ഒട്ടും വേസ്റ്റാക്കി കളയരുത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റ് വയ്ക്കുക. നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പത്തിന് കലക്കി വെച്ചേക്കുന്ന മാവിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം, മിക്സിയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. മധുര ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മിൽക്ക് ചേർക്കാം. ഞാൻ ടിന്നിൽ വരുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ 1 കപ്പാണ് അരി കുതിർത്തിയത്, അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. ഇതൊരു മീഡിയം തേങ്ങാപ്പാലിൻ്റെ രുചിയാണ്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഈ കൂട്ട് ചേർക്കുക. ഇതൊരു നല്ല കളർ കോമ്പിനേഷനാണ്. ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു രാജ്യത്തിൻ്റെ പതാകയുണ്ട്, ബീട്രൂട്ട് റെഡും വൈറ്റും. ഏതാണ് രാജ്യം എന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആ രാജ്യത്തിൻ്റെ പേരെന്ന് എഴുതുക. ഇതിപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6-7 മണിക്കൂർ, 5 മണിക്കൂർ മിനിമം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ആയപ്പോൾ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൽ സോൾട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഒരു 2 നുള്ളു ചേർക്കുക. ഒരുപാട് കൂടിപ്പോയാൽ കഴിക്കാനൊരു രുചി ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എനിക്ക് കറക്റ്റാണ്. ഇപ്പോൾ തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്തൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണ വെള്ളയപ്പം ചുടുന്നത് പോലെ ചട്ടിയിലൊഴിച്ച് ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ സാധാരണ ദോശത്തവയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ചുറ്റിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിങ്ക് പാലപ്പം, അല്ലെങ്കിൽ റെഡ് പാലപ്പോ ബീട്രൂട്ട് അപ്പം, എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പം നോമ്പുതുറയുടെ സമയത്ത് ഒരു ദിവസം നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ, പ്ലീസ്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.